യുവരാജ്. ഇല്ല, ശ്രീ ഷാഫി ചാലിയം അങ്ങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ കൃഷ്ണരാജ് എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ പോലും അങ്ങ് കാര്യമായിട്ട് എന്തോ ശ്രീ ഷാഫി ചാലിയം എന്തോ പറയുന്നുണ്ട് വളരെ കാര്യമായിട്ട്. അദ്ദേഹം അത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ, അതിനുശേഷം ഞാൻ മറുപടി പറയാം എന്നാണ് പറഞ്ഞത്. അങ്ങേക്ക് തരാൻ പറ്റുന്നതിൽ അങ്ങേ അറ്റത്തെ ജനാധിപത്യപരമായ ബഹുമാനം തന്നിട്ടുണ്ട്. എന്നിട്ട് അങ്ങ് ഇവിടെ ഇരുന്നു കൊണ്ട് കുറച്ച് സെൽഫ് ഗോൾ അടിക്കുന്നത് പോലുള്ള പോയിന്റുകൾ പറഞ്ഞിട്ട് നന്നായിട്ട് മറുപടി വരുമെന്ന് മനസ്സിലായപ്പോൾ എഴുന്നേറ്റ് ഓടിയതാണ് എന്ന് മാത്രമേ നമുക്കിതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. വേറെ ഒന്നും ഞാൻ ഒരിക്കലും അതിഥികൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അനാവശ്യമായി ഇടപെടാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ചോദിച്ചു പോകുന്നതാണ്, ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചോദിച്ചു പോകുന്നതാണ്. അതിനെ ഇങ്ങനെ ജനാധിപത്യ മര്യാദ ഇല്ലാത്തയാൾ എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചങ്ങാണത് ചെയ്തതെന്ന് എനിക്ക് മറുപടി പറയാനുള്ളൂ. യുവരാജ്. അല്ല, ഒന്ന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ജില്ലാ കളക്ടർ ഇടപെട്ട് ഒരു പീസ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു, അവിടെ ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഒരു പരിഹാരം താൽക്കാലികമായിട്ടെങ്കിലും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. NOC ആവശ്യമില്ല, ആൾക്കാർക്ക് വസ്തു വിൽക്കുന്നതിനോ അല്ലെങ്കിൽ ലോൺ എടുക്കുന്നതിനോ ഒന്നും NOC ആവശ്യമില്ല എന്നുള്ള ഒരു സെറ്റിൽമെന്റ് താൽക്കാലികമായിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു ശ്രീ ഷാഫി ചാലി. അങ്ങ് ഇത് കേൾക്കുകയാണെങ്കിൽ അത് അങ്ങ് കേട്ടോളൂ മറുപടി. ഇത് തന്നെയല്ലേ സെൻട്രൽ ഗവൺമെൻറ്റും പറഞ്ഞത്? അതായത് വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വഖഫ് ബോർഡ് ആരുടെയെങ്കിലും ഒരു വസ്തുവിൻ്റെ മേല് അനാവശ്യമായിട്ടോ ആവശ്യമായിട്ടോ വാട്ടെവർ ഒരു ക്ലെയിം വെക്കുന്ന സമയത്ത് ആ ക്ലെയിം കോടതികളിലേക്ക് പോകാതെ വഖഫ് ബോർഡിൻ്റെ ഒരു പർട്ടിക്കുലർ ട്രൈബ്യൂണലിൻ്റെ മുമ്പിലേക്ക് മാത്രം വരിക, അത് തങ്ങളുടെ ഭൂമിയാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആ പറയുന്ന അഫക്റ്റഡ് പാർട്ടിയാണോ അവരുടെ മാത്രം ഉത്തരവാദിത്വമായിട്ട് മാറുക. അവർ ഈ ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ വന്ന് നിങ്ങളുടെ ഒരു സംവിധാനത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇത് തങ്ങളുടെ ഭൂമിയാണെന്ന് ഡോക്യുമെൻ്റ് ഉൾപ്പെടെ വെച്ച് വാദിക്കേണ്ടി വരിക. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ ഇരുഭാഗത്തിനും ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ കളക്ടറും അതാത് പ്രദേശത്തെ MP-യും ഈ പറയുന്ന കമ്മിറ്റിക്കകത്ത് ഉണ്ടാവുക എന്നുള്ള ഒരു തരത്തിലുള്ള അമെൻമെന്റ് തന്നെയല്ലേ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നത്? നിങ്ങളിപ്പോൾ ഈ പറയുന്ന തിരുച്ചെന്തൂരിലെ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നത് പോലും അതേ വഴി പിന്തുടർന്നിട്ട് തന്നെയല്ലേ? അപ്പോൾ താങ്കൾ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് അടിച്ചുകൊണ്ടിരുന്നത് സെൽഫ് ഗോൾ ആണെന്ന് താങ്കൾക്ക് മനസ്സിലാകാത്തതാണോ, അതോ താങ്കൾ മനസ്സിലായിട്ട് മറ്റുള്ളവരെ എല്ലാം പറ്റിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ വിദഗ്ധമായിട്ടൊരു പോയിന്റ് അവതരിപ്പിച്ചു എന്നുള്ള നിലയിൽ അവതരിപ്പിച്ചിട്ട് എഴുന്നേറ്റ് ഓടിയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, താങ്കൾ ഇപ്പോൾ ഈ പറയുന്ന ഗ്രാമത്തിലെ പ്രശ്നം താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്തി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ പ്രൊസീജിയർ പിന്തുടരുന്ന തലത്തിലേക്ക് വഖഫ് ബോർഡിനെ അമെൻഡ് ചെയ്യണം എന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ദയവേത് താങ്കൾ മനസ്സിലാക്കുക, താങ്കളുടെ പാർട്ടിയോട് പറഞ്ഞു മനസ്സിലാക്കുക, താങ്കളുടെ പാർട്ടി നിൽക്കുന്ന മുന്നണിയോടും പറഞ്ഞു മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ വിഷയം. ഇതിനകത്ത് വലിയ ആനക്കാര്യമൊന്നുമില്ല സാർ.